Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഇതാണ് നെക്സ്റ്റ് ടോപ്പിക്. ഇതൊക്കെ സെറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ ഒരു 3-4 ടേമുകളൊന്ന് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ തമ്മിൽ അതിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് ആ കിട്ടിയ കണ്ടിന്യൂസ് നമ്പേഴ്സിനെ ഇൻഡു ചെയ്തിട്ട് അല്ലെങ്കിൽ ഗുണിച്ചിട്ട് കിട്ടുന്ന ഫൈനൽ ആൻസർ, അതിനാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ദ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് കോൾഡ് ഫാക്ടോറിയൽ. ആ ഫാക്ടോറിയലിനെ n എന്നാണ് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യാൻ ഒരു ചിഹ്നമൊക്കെ ഉണ്ട്. അതായത് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ n കഴിഞ്ഞിട്ട് ആ ഒരു ചിഹ്നമോ അല്ലെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു n എഴുതാം. അതായത് ഇത് വായിക്കുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 മുതൽ താഴേക്ക് വരണം എന്നുള്ളതാണ് പറയുന്നത്. 8, 7, 6, 5, 4, 3, 2, 1. അപ്പോൾ ആ ലാസ്റ്റ് വരെ എഴുതി വെക്കുകയും വേണം, എന്നിട്ട് അവ തമ്മിൽ ഇൻറ്റു ചെയ്യുകയും വേണം. ഇതിനെയാണ് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ n എത്ര എവിടെയാണ്? 8ആണ്. 8 ഇൻറ്റു 8 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മൈനസ് 1 എന്താണ്? ഓരോന്ന് നമ്പർ കുറഞ്ഞ് വരുന്നതാണ് അല്ലേ? 7ആണ്. 7 ഇൻറ്റു 8 അങ്ങനെയാണ് നമ്മളത് ചെയ്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതാണ് ഫാക്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ഒന്നുകൂടി നോക്കാം. ഇതിൽ പറഞ്ഞപ്പം ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ 3, 2, 1. 3 ഇൻറ്റു 2 6 ഇൻറ്റു 1 6. 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1. അപ്പോൾ 2. 1 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ 0 എന്ന് എഴുതില്ല, 1 എന്ന് അസ്യൂംഡ് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ചെയ്യാറില്ല. അതാണ് ഈ ഒരു ടേം ഫാക്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് ഡിജിറ്റ് കിട്ടിയാലും ഫാക്ടോറിയൽ ആണെങ്കിൽ അത് മുതൽ 1 വരെ താഴേക്ക് എഴുതി ഇൻറ്റു ചെയ്യാമെന്ന് മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ഈ നെക്സ്റ്റ് ആണ്, അടുത്ത ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ കുറച്ച് ഐറ്റംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പല രീതിയിൽ അറേഞ്ച്മെൻറ്റ് നടത്താം എന്നത് പറയുന്നതിനാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്, അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് n ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ എണ്ണത്തെയാണ് കാണിക്കുന്നത്, 10 എണ്ണമെന്നോ 20 എണ്ണമെന്നോ, അതാണ് n ഐറ്റം എന്ന് പറയുന്നത്. അതിനെ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദം ടേക്കിംഗ് r അറ്റ് എ ടൈം, ഒരേ സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച്മെൻറ്റ് നടത്താം എന്നുള്ളതിന് r കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മളപ്പോൾ എഴുതുമ്പം NPR അറേഞ്ച്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ്, പെർമ്യൂട്ടേഷൻ പറഞ്ഞാൽ r അറ്റ് എ ടൈമിൽ എത്ര അറേഞ്ച്മെൻറ്റ് ചെയ്യാം അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NPR കാണുക എന്ന് പറയുമ്പോൾ n പെർമ്യൂട്ടേഷൻ r എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഹോൾ ഫാക്ടോറിയൽ, അതാണ് അവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ NPR പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1, n മൈനസ് 2, അങ്ങനെ ലാസ്റ്റ് n മൈനസ് r പ്ലസ് 1. നിങ്ങൾക്ക് അതൊക്കെ നോക്കിയാൽ കൺഫ്യൂഷൻ ആവുക, ഒന്നും നിങ്ങളത് നോക്കാൻ നിൽക്കണ്ട. പെർമ്യൂട്ടേഷൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n മുതൽ താഴേക്ക് 1 വരെ. ഇവിടെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് കിട്ടും. NP7 എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ് NP7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 നമുക്ക് 7 എണ്ണം വരുന്ന പോലെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 7 എണ്ണം വരണമെങ്കിൽ എന്ത് ചെയ്യണം? 7, 6, 5, 4, 3, 2, 1 എന്ന് വരും. അപ്പോൾ ഇതിനെ ഇൻറ്റു ചെയ്യാം. ഇവിടെ 7 എണ്ണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 7 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 7 എണ്ണത്തിലേക്ക് എത്തിങ്ങി 1 വരെ വരണ്ടേ. അതിനെയാണ് 7 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇൻറ്റു ചെയ്യുമ്പോൾ 5040 കിട്ടും. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. 6P2 ആണ്. ഈ 6 എന്ന് പറയുന്ന നമ്പറാണ്. P2 എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ P2 എന്ന് പറഞ്ഞാൽ 2 നമ്പർ അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ 6ഉം 5ഉം. ഓക്കെ, 9P3. അപ്പോൾ P3 3 അറേഞ്ച്മെൻറ്റാണ് നടത്താനുള്ളത്. 9ലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ 3 അറേഞ്ച്മെൻറ്റ് പറയുമ്പോൾ 9, 8, 7 ഇൻറ്റു ചെയ്യുമ്പോൾ 504. അടുത്ത ക്വസ്റ്റ്യനിൽ 6P0. P0 പറഞ്ഞാൽ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. 0 വന്നാൽ നമുക്ക് എന്താണ് അവിടെ? 1 ആണ്. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ്
വിത്ത് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് രാജേഷ്. അപ്പോൾ രാജേഷ് എന്നുള്ളൊരു പേരിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ്. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഇവിടെ 6ആണ്. ഇതിനെ നമുക്ക് അറ്റ് എ ടൈം എത്ര അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് പറഞ്ഞാൽ NPR എന്ന് പറഞ്ഞാൽ 6P6 എന്നല്ലേ വരിക. 6P6 എന്ന് പറയുമ്പോൾ 6 മുതൽ 1 വരെ 6 എണ്ണം വരണ്ടേ. അപ്പോൾ 6, 5, 4, 3, 2, 1 എഴുതിയതിന് ശേഷം 6 × 5 30, 30 × 4 120 അങ്ങനെ എഴുതണം. 120 × 3 അങ്ങനെ നമ്മൾ എഴുതിയിട്ടാണ് 720 വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര വേർഡ്സ് പോസിബിൾ ആണ് ഇവിടെ? 720 വേർഡ്സ് പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടോപ്പിക്ക്, പെർമ്യൂട്ടേഷൻ. ആദ്യത്തെ ഫാക്ടോറിയൽ നൊട്ടേഷൻ, രണ്ടാമത്തെ പെർമ്യൂട്ടേഷൻ. മൂന്നാമത് വരുന്നൊരു ടോപ്പിക്കാണ് കോമ്പിനേഷൻ. എന്താണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയാം നല്ല കോമ്പിനേഷനാണ് പറഞ്ഞാൽ അതും ഇതും കൂടി ചേരുമ്പോൾ നല്ല കോമ്പിനേഷനാണെന്ന് പറയാറുണ്ട്. അത് അത്ര തന്നെ ഇവിടെ ഉള്ളൂ. നമുക്ക് കുറേ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഓരോ ഗ്രൂപ്പിലത്തെ ഐറ്റംസിനെ ചേർത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും, അതിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് കിട്ടും. ആദ്യം നമുക്ക് എടുക്കാതെ ABC എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് എടുക്കുക. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് ദീസ് ഐറ്റംസ് ടേക്കൺ 2 അറ്റ് എ ടൈം എന്നാണ് പറഞ്ഞത്. ഒരേ സമയം 2 ഐറ്റംസ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ABC എന്നാണ് ആകെയുള്ള ഐറ്റം. അതിൽ 2 എണ്ണം ഒപ്പം എടുക്കണം പറഞ്ഞാൽ Aയും Bയും എടുക്കാം, Aയും Cയും എടുക്കാം, Bയും Cയും എടുക്കാം. ഇതാണല്ലോ അതിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുമ്പോൾ കോമ്പിനേഷൻ കാണിക്കണമെങ്കിൽ NCR എന്നാണ് പറയാം. NCR എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഐറ്റം ഉള്ളത്, അതാണ് 3 മുമ്പിൽ എഴുതിയത്. C എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. എത്ര കോമ്പിനേഷൻ എടുക്കാൻ പറ്റും അവിടെ? 2 അറ്റ് എ ടൈം. ഒരേ സമയം 2 കോമ്പിനേഷൻ എടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക? 3C2 പറയുമ്പോൾ 3 × 2 2 വരുള്ളൂ, 3യും 2ഉം. 3C2 എന്ന് പറയുന്നത് 3 ആണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 നമ്പേഴ്സിനെ അറ്റ് എ ടൈം എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 3 കോമ്പിനേഷൻസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക. അതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളിലെ ഐറ്റത്തിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് എത്ര ഐറ്റം ഉണ്ടാക്കാൻ പറ്റും നോക്കാനാണ് ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എഴുതുന്ന വിധം ആദ്യം നമ്മൾ എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ഉണ്ട്. പിന്നെ കോമ്പിനേഷനായിട്ട് 2 എണ്ണം എടുക്കണം എന്ന് പറയുന്നുണ്ട് കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര കോമ്പിനേഷനാണ്? 3 കോമ്പിനേഷൻ. ഏതൊക്കെയാണ് 3 കോമ്പിനേഷൻ? Aയും Bയും എടുക്കാം, Aയും Cയും എടുക്കാം, Bയും Cയും എടുക്കാം. ഇനി അടുത്തത് ഇതിലൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് NCR എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്ത് വരുമ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. നിങ്ങൾക്ക് ആ ഫോർമുലയൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ മനസ്സിലാക്കിയാൽ മതി കോമ്പിനേഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ വാല്യൂസ് നമുക്ക് ജസ്റ്റ് നോക്കാം. 10C3. അപ്പോൾ 10C3 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 10 എന്ന് തുടങ്ങണം, 3 ആണെന്ന് പറയുന്നുണ്ട്. 10 എന്ന് തുടങ്ങി 3 പറയുമ്പം ആദ്യം 10 × 9, അവിടെ ഇൻറ്റു നല്ല ഡോട്ടാണ് ഇടുക കേട്ടോ. പക്ഷെ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ 10, 9, 8 3 എണ്ണം ആയില്ലേ. ഇനി താഴെ ഇവിടെ കോമ്പിനേഷൻ എന്നുള്ളതിൽ ഇവിടെ 3 എന്ന് എഴുതിയുകൊണ്ട് ഇവിടെ 3, 2, 1. അപ്പോൾ മുകളിലും താഴെയും 3 എണ്ണം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് 10 × 9 × 8 ചെയ്യുക, 3 × 2 × 1 ചെയ്യുക. എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 120 കോമ്പിനേഷൻസ് കിട്ടും. അടുത്തത് 10C2. അപ്പോൾ 10, 9. C2 എന്ന് പറയുമ്പോൾ 2, 1 ചെയ്യുമ്പോൾ നമുക്ക് 45 ആണ് കിട്ടുക. 10C1. അപ്പോൾ മുകളിലാകെ ഒന്നേ ഉള്ളൂ, 10 ഉണ്ട്, താഴെ 1 ഉണ്ട്. അപ്പോൾ 10 കിട്ടി. 10C0 പറയുമ്പോൾ എപ്പോഴും 0 വന്നാൽ 1 ആണ്. 10C10. 10C10 ഈക്വൽ ടു 1 ആണ്. 10C10 എങ്ങനെ എഴുതാം? 10, 9, 8 അങ്ങനെയല്ലേ എഴുതാം. അങ്ങനെ 1 വരെ എഴുതും. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ എഴുതുക? 10, 9 സെയിം തന്നെയല്ലേ വരിക. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് പോയി. 9, 8, 7, 6, 5, 4, 3, 2, 1 പറഞ്ഞിട്ട് മുകളിലും വരും താഴെയും വരും. അപ്പോൾ എല്ലാം വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളവിടെ 1 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ആൻ എക്സാമിനേഷൻ പേപ്പർ ഓൺ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ്
10 questions are set. ഒരു അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമിനേഷൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ ആൻ എക്സാമിനി ചൂസ് 3 ക്വസ്റ്റ്യൻസ്? ആകെ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എങ്ങനെയാണ് ഒരു എക്സാം എഴുതുന്ന ആൾക്ക് 3 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മളവിടെ എഴുതുന്നത് 10C3. എങ്ങനെ 10C3? 10 ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു 3 എണ്ണമാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 10C3. അപ്പോൾ എങ്ങനെ എഴുതുക? 10 × 9 × 8 ഡിവൈഡഡ് ബൈ 3 അല്ലേ? അപ്പോൾ 3 സ്റ്റാർട്ട് ചെയ്യുക. 3 എണ്ണം തന്നെ അതും കാണിക്കണം. 3, 2, 1 ഇൻറ്റു ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യുക. 10 × 9 90, 90 × 8 720 ഡിവൈഡഡ് ബൈ 6 വരും. അപ്പോൾ നമുക്ക് 120 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ബാഗ് കണ്ടെയ്ൻസ് 4 വൈറ്റ് ബോൾസ്. ഒരു ബാഗിൽ 4 വൈറ്റ് ബോൾസ് ഉണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 വൈറ്റ് ബോൾസ്. ഒരു ബാഗിൽ 4 വൈറ്റ് ബോളാണുള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാൻ എത്ര വേസ് ഉണ്ട് എന്ന് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ എടുക്കുമ്പോൾ 4C2 എന്നാണ് എഴുതുക. നമ്പർ ഓഫ് വേസ് സെലക്ടിങ് 2 വൈറ്റ് ബോൾ. 2 വൈറ്റ് ബോൾ എടുക്കാൻ ഇപ്പോൾ എത്ര ചാൻസ്? ആകെ 4 വൈറ്റ് ബോളാണ് ഉള്ളത്. അതിൽ 2 എണ്ണം ഒരേ സമയം എടുക്കണം. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം എടുത്തു, പിന്നത്തെ 2 എണ്ണം എടുത്തു. അപ്പോൾ 4 എണ്ണം കഴിഞ്ഞില്ലേ? അപ്പോൾ 2 ആണ് വരിക അവിടെ. അപ്പോൾ 4C2 എന്ന് പറയുമ്പോൾ 4 × 3 ഡിവൈഡഡ് ബൈ 2 × 1. അപ്പോൾ 12/2 പറയുമ്പോൾ 6 ആണ് കിട്ടുക. നെക്സ്റ്റ്, ഇൻ ഹൗ മെനി വേസ് 3 ബ്ലാക്ക് ബോൾസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 5 ബ്ലാക്ക് ബോൾസ്. ഒരു ബാഗിൽ 5 ബ്ലാക്ക് ബോളാണുള്ളത്. നമ്മൾ എടുക്കുമ്പോൾ 3 ബ്ലാക്ക് ബോൾ അറ്റ് എ ടൈം എടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര തവണ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുക എങ്ങനെയാണ്? 5C3. അപ്പോൾ 5, 4, 3 ഡിവൈഡഡ് ബൈ 3, 2, 1. 3 × 2 × 1. അപ്പോൾ 5 × 4 20, 20 × 3 60 ഡിവൈഡ് ബൈ 6. അപ്പോൾ എത്ര വരിക? 60 ഡിവൈഡ് ബൈ 6 പറയുമ്പോൾ ഇവിടെ നമുക്ക് 10 ആണ് വരിക. അപ്പോൾ കോമ്പിനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഇഫ് ആൻ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ M ways ആൻഡ് അനദർ ഇൻ N ways. ചിലപ്പോൾ നമുക്കൊരു കാര്യം ഒരു മാർഗത്തിലൂടെയും ചെയ്യാം, വേറൊരു മാർഗത്തിലൂടെയും ചെയ്യാൻ പറ്റും. രണ്ടാണെങ്കിലും അവിടെ നമുക്ക് രണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ M × N ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എമ്മും നമ്മൾ ചെയ്യാം, എണ്ണും നമ്മൾ ചെയ്യാം അല്ലേ? ആ 2 ഓപ്പറേഷനും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 5 വൈറ്റ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. 5 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോളും ഒരു ബാഗിലുണ്ട്. 3 balls are to be selected of which 2 should be white. അറ്റ് എ ടൈം നമ്മൾ 3 ബോളാണ് എടുക്കേണ്ടത്. ആ 3 ബോളിൽ തന്നെ 2 എണ്ണം വൈറ്റ് ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈ തരത്തിൽ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? അതായത് 5C2, 5 വൈറ്റ് ബോളിൽ 2 എണ്ണം അറ്റ് എ ടൈം വരണ്ടേ? അപ്പോൾ 5C2 × 4 ബ്ലാക്ക് ബോളാണ് ഉള്ളത്. അതിൽ 1 ആണ് ബ്ലാക്ക് ആയിട്ട് വരേണ്ടത്. ഓക്കെ, 3 എണ്ണം എടുക്കുമ്പോൾ 2 വൈറ്റ് 1 ബ്ലാക്കും അല്ലേ? അപ്പോൾ × 4C1. അപ്പോൾ 5C2 എന്ന് പറയുമ്പോൾ 5 × 4 × 4C1 പറഞ്ഞാൽ ആകെ 4 മാത്രമേ ഉള്ളൂ ഇവിടെ. ഡിവൈഡഡ് ബൈ 2 അല്ലേ? 2 × 1. മറ്റെവിടെ 1 തന്നെയല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ 20 × 4 80/2 എന്ന് പറയുമ്പോൾ 40. അപ്പോൾ ഈ വളരെ സ്ലോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇത് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ പഠിക്കേണ്ടുള്ളൂ. എന്താണ് N ഫാക്ടോറിയൽ എന്ന് എഴുതി കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ എന്താ പെർമ്യൂട്ടേഷൻ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നും പറയാറുള്ള പോലെ തന്നെ എപ്പോഴും നമുക്ക് ഇവിടെ അനലിറ്റിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകളെയും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
എന്താണ് അതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ക്ലാസ് ഞാൻ എടുക്കുന്നത് ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം പറയുമ്പോഴും വീണ്ടും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് വെച്ചാൽ അത് ഒരുപാട് നമുക്കൊരു വിഷമം തന്നെയല്ലേ. കാരണം നമ്മൾ എടുക്കുന്ന ഒരു ക്ലാസ് ഒരുപാട് ആളുകളാണ് കാണുന്നത് അല്ലേ. നമ്മളൊരു സ്ഥലത്തിരുന്ന് എടുക്കുന്ന ഒരു ക്ലാസ് ആണെങ്കിലും ആക്ച്വലി ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള ആ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്ന് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്ലാസ് അവരിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നതറിയാൻ നമുക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു എന്താ പറയുക, ആ ഒരു ക്ലാസ് കേൾക്കുന്നതിന് തിരിച്ച് ഇങ്ങോട്ടൊരു സ്നേഹം നമുക്ക് തരികയാണെങ്കിൽ അത് തീർച്ചയായും നമുക്ക് നല്ലൊരു എനർജി തന്നെയാണ് അല്ലേ. അപ്പോൾ ഒത്തിരി പിശുക്കൊന്നും കാണിക്കണ്ട. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ വേണമെന്ന് ഞാൻ പറയില്ല. വാക്കുകളിലൂടെ ആ സ്നേഹം കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അതിന് കമൻറ്റ് ചെയ്യാമല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ക്ലാസ് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദയവ് ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.